ശ്രീ പി സി ജോർജ് അങ്ങേക്ക് 2 മിനിറ്റ് സംസാരിക്കും. സർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് സാമാന്യേന ഭേദപ്പെട്ട ബഡ്ജറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കൈയടിക്കണ്ട, ഉള്ളത് പറഞ്ഞെന്നുള്ളൂ. ആ ബഡ്ജറ്റിൽ പക്ഷേ സാർ ഈ പറഞ്ഞ പോലെ സ്വപ്നം കൂടുതലാണ്. ഐസക്കിന് സ്വപ്നം കൂടുതലാണ്. പക്ഷേ ഐസക്ക് മറന്നുപോയൊരു കാര്യം അർപ്പിക്കുക. നാടാർ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് 125 രൂപയാണ്. ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി 1000 രൂപ ആക്കുമെന്ന് അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഇതുവരെ അതാക്കിയിട്ടില്ല. അതാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം. പിന്നെ വിദ്യാഭ്യാസ വായ്പ. സാർ, വിദ്യാഭ്യാസ വായ്പ ആയി ബന്ധപ്പെട്ടിട്ട് കടക്കണിയിലായ ജനങ്ങളെ രക്ഷിക്കാൻ ഒരു നടപടി ആവശ്യമാണ്. ആകെ ഒരു 100 കോടി രൂപ വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ചെലവഴിക്കാൻ പോകുന്നു വിശദീകരിക്കുക മാത്രമല്ല, ഈ കർക്കിടക മാസത്തിൽ വളരെ ഗതികേടിലാണ്. ഇത് മുഴുവൻ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് നിർബന്ധമായും ജപ്തി നടപടികൾ നിർത്തിവെക്കണം. പ്രത്യേകിച്ച് റിലയൻസ് കമ്പനി വീട്ടുകാരെ പോലും കൊങ്ങായ്ക്ക് പിടിക്കുന്ന ഗതിയിലാണ് നീങ്ങുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് സ്റ്റേ ചെയ്തതുപോലെ തൽക്കാലം അതൊന്ന് നിർത്തിവെച്ചാൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ സാർ, ഇപ്പോൾ സാമ്പത്തിക നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വന്നതിൽ ഐസക്ക് അത് ചെയ്തേ മതിയാവും. ഭാഗ ഉടമ്പടിക്കകത്ത് 3%, 2% ടാക്സ് ഏർപ്പെടും. എന്തിനാരെ കൊല്ലാനാണ്? ഇതുപോലെ 26,000 കോടി രൂപ ഉണ്ടാക്കാനുള്ള പണി കണ്ടെത്തുന്ന ഐസക്ക് എന്തിന് പാവപ്പെട്ട കുടുംബങ്ങളെ ഭാഗ ഉടമ്പടി കയറി പിടിക്കുന്നു? വേറെ എത്രയോ മാർഗം നിങ്ങൾക്കറിയാം. നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, എക്സൈസുകാരനും പോലീസുകാരനും ഒക്കെ പിടിച്ചെടുക്കാൻ വണ്ടിയുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷൻ, എക്സൈസ് ഓഫീസിന്റെയും റവന്യൂ ഓഫീസിന്റെയും മുമ്പിൽ കിടപ്പുണ്ട്. അതൊന്ന് ലേലം ചെയ്തുകൂടെ? അതിന്റെ പണം മതിയല്ലോ ഇത്. നിങ്ങൾ പിന്നെ ഇതിനെ പാവപ്പെട്ട മനുഷ്യന്റെ 2 ഏക്കറുകാരന്റെ ഭൂമിയെ കയറി പിടിക്കാൻ പോകുന്നത്? ഒരു കാരണവശാലും ആ ഭാഗം അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങ് അത് നോട്ട് ചെയ്യണം, അത് വിഡ്രോ ചെയ്യണം, യാതൊരു മടിയില്ലാതെ ചെയ്യണം. സാർ, ഇത് എന്താ അങ്ങനെ പറയുന്നത്? തീർന്നു. അത് ശരിയല്ല സാർ. ഞാൻ സാർ ഒരു മെമ്പറുടെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം അനുവദിക്കണം സാർ. അല്ല പിന്നെ എങ്ങനെ നോക്കുന്നത്? അല്ലെങ്കിൽ 3 മുന്നണികളെ തോൽപ്പിച്ചേച്ച് വന്നവനാ ഞാൻ. സമയം തീർന്നു, വേഗം അവസാനിപ്പിക്കും. അപ്പൊ അങ്ങനെ എനിക്ക് പറയാനുണ്ട്, അങ്ങ് അനുവദിച്ചേ പറ്റുള്ളൂ. സാർ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം സാർ. 1 മിനിറ്റ് കൂടി അധികം തരും. ഒരു 2-3 മിനിറ്റ് പറയുന്നു. നമ്മുടെ സാർ, എന്റെ ഒരു അഭിപ്രായം സാർ, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം സാർ. വൈകുണ്ഠ സ്വാമികൾ, ആ വൈകുണ്ഠ സ്വാമികൾ എന്തുകൊണ്ട് മറന്നു? അവർക്ക് ജാതി സാർ, അവരാണ് സാർ വൈകുണ്ഠ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിലുണ്ട് സാർ. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് ആദ്യമായി ലോകത്ത് പ്രഖ്യാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അങ്ങത് മറന്നുപോയി. അവർക്ക് വേണ്ടി നമ്മുടെ നിർബന്ധമായി അന്തർദേശീയ പഠന ഗവേഷണത്തിന് പണം വെക്കണം. അതുപോലെ കേരള യൂണിവേഴ്സിറ്റി വൈകുണ്ഠസ്വാമി ചെയർ സ്ഥാപിച്ച് നടത്തിപ്പിനായി നടപടി സ്വീകരിക്കണം. ഈ കാര്യങ്ങളിൽ അങ്ങ് മാറ്റം വരുത്തരുത്. അങ്ങേക്ക് ഗുണം കിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുപോലെ സാർ തന്നെ അതുപോലെ തന്നെ അയ്യങ്കാളി, മഹാനായ അയ്യങ്കാളിയെ പറ്റി അങ്ങ് ഒരു 40 കോടി രൂപ ഇവിടെ തിരുവനന്തപുരം ജില്ല വെച്ചിട്ടുണ്ട്. പക്ഷെ അതുപോരാ. അങ്ങയുടെ പുസ്തകത്തിൽ ഗുരു നിർത്തുകയാണ് സാർ. ഞാൻ സാർ 28,000 ഭൂരിപക്ഷമാണ് സാർ. ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിന് ഈ ഉച്ചയ്ക്ക് 1 മണിക്ക് കൊണ്ട് എന്നെ വെച്ച് അങ്ങ് ഒരു സ്നേഹം കാണിക്കട്ടെ? ചോദ്യോത്തരം ഒന്നും പരമാവധി എന്നോട് സ്നേഹം പരിഗണിക്കുന്നുണ്ട്. അങ്ങ് സ്നേഹിച്ചെന്നെ കൊല്ലരുത്. ഉള്ള സമയം കളയാതെ ഞാൻ ഇരിക്കണോ? അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് സാർ, ഈ കാര്യത്തില് അങ്ങ് ഈ കാര്യം നമ്മുടെ ഈ ഭാഗോടൊപ്പടി ഞാൻ പറഞ്ഞ പോലെ തന്നെ അയ്യങ്കാളിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അയ്യങ്കാളിയുടെ കാര്യത്തിൽ സാർ എനിക്ക് തോന്നുന്നത് അങ്ങ് ഗുരുദേവനെ പറ്റി അങ്ങ് 30 പ്രാവശ്യം പറഞ്ഞു. വളരെ നന്നായി, ഞാൻ അനുകൂലിക്കുന്നയാളാണ്. പക്ഷെ അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ അയ്യങ്കാളി യജമാനെ പറ്റി സംസാരം അങ്ങയുടെ ഭാഗത്ത് അവസാനത്തുണ്ടാവണം. പിന്നെ അങ്ങ് വേറൊന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൂ. ഇവിടെ രാഷ്ട്രീയം പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. ഇവിടെ ഇടതുപക്ഷം വളരെ ശക്തമാണ്. പിണറായി വിജയന് സഖാവിന് സുഖമായിട്ട് ഭരിച്ചു പോകാം, ഒരു കുഴപ്പമില്ല. കാരണം ഇപ്പുറത്ത് കോൺഗ്രസ് ശിഥിലീകരിക്കപ്പെട്ടു. മാത്രമല്ല, ബഹുമാനപ്പെട്ട 2ാമത്തെ കക്ഷി മുസ്ലിം ലീഗ് മാത്രം പ്രതിപക്ഷം, 3ാമത്തെ കക്ഷി എപ്പോൾ വേണമെങ്കിൽ പിണറായി വിജയന് വേണ്ടി ഓശാന പെടാൻ തയ്യാറായിട്ട് നിൽക്കുക. അതാണല്ലോ ജയരാജന്റെ പ്രസംഗം. ജയരാജൻ പ്രസംഗത്തിൽ എന്താ സാർ പറഞ്ഞു? ഞാൻ അത്ഭുതം വിചാരിച്ചു. പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രമുഖ കക്ഷിയുടെ നേതാവായിട്ട് ജയരാജൻ ഈ ബഡ്ജറ്റിനെ അനുകൂലിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഉദ്ദേശം വേറൊന്നുമല്ല, വെറുതെ സഖാവ് പിണറായി വിജയനെ കളിപ്പിക്കുകയാണത്.
Yes, തൽക്കാലം yes, 5 yes. കൊല്ലത്തേക്ക് ബഡ്ജറ്റുമായുള്ള പിടിച്ചിരിക്കാൻ പ്രസംഗം വേണ്ടിയുള്ള അവസാനിപ്പിച്ചു. കച്ചവടമാണ് എന്നോർത്താൽ നന്നായിരിക്കും എന്നുകൂടി Yes, നിങ്ങളെ yes, അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.